നമുക്കിവിടെ ഓർക്കിഡ് പ്ലാന്റിലൊക്കെ നല്ല വലിയ ഫ്ലവറുകൾ ഉണ്ടായിട്ടുണ്ട്. ഫ്ലവറുകൾ നല്ല ഇത്രയും വലുതായതുകൊണ്ട് തന്നെയാണോ എന്നറിയില്ല, ഇതിലൊക്കെ വളരെ കുറച്ച് ഫ്ലവറുകളേ ഉള്ളൂ. 3, 4, 5 രീതിയിലൊക്കെയാണ് ഫ്ലവറുകൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതിങ്ങനെ നല്ല നല്ല വലിയ വലിപ്പത്തിലാണ് ആ ഫ്ലവറുകൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മഴയൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അത്യാവശ്യം നല്ല ചൂട് തുടങ്ങിയിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ പ്ലാന്റുകളെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുത്താൽ മാത്രമാണ് പ്ലാന്റ് ഫ്രഷ് ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ ഫ്ലവറുകളാണെങ്കിലും പെട്ടെന്ന് കൊഴിഞ്ഞു പോകാതെ ഫ്രഷായിട്ട് ഇരിക്കും. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റുകളെ നനച്ചു കൊടുക്കേണ്ടതെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ എല്ലാം തന്നെ ബഡ്സ് വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇതെങ്ങനെയാണ് പോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചകിരി മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു എല്ലാ ഓർക്കിഡ് പ്ലാന്റ്സും തന്നെ പോട്ട് ചെയ്തിരിക്കുന്നത്. ഡെൻഡ്രോബിയം മാത്രമല്ല, മൊക്കാറോ വരെ അങ്ങനെയാണ് ഞാൻ പോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ്സുകൾ നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് അതിൽ ഇപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഫുള്ള് ചകിരി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്, കാണുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ആ പ്ലാന്റിന് നനയ്ക്കണം. ഫുള്ളായിട്ട് നനയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ലീഫുകളിൽ കൂടെയൊക്കെ തന്നെ അതിനാവശ്യമുള്ള വെള്ളം അബ്സോർബ് ചെയ്തെടുക്കും. അതുകൊണ്ട് നമ്മൾ മറ്റ് ചെടികൾ നനയ്ക്കുന്ന പോലെ അതിൻ്റെ അടിയിൽ മാത്രം നനച്ചു കൊടുത്താൽ പോരാ. ഫ്ലവർ ഒഴികെ ഈ ഫ്ലവറും ബഡ്സും ഉണ്ടായിട്ടുള്ള ആ സ്റ്റെമ്മടക്കം നമ്മൾ നനച്ചു കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ പൂക്കൾ നന്നായിട്ട് അതിൽ കുറേ നാളുകൾ നിൽക്കുകയും ചെയ്യും, അത് നല്ല ഫ്രഷായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ എല്ലാ ഓർക്കിഡ് പ്ലാന്റ്സിന് താഴെ റൂട്ടിൽ നിന്ന് മാത്രമല്ല അത് പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള വെള്ളം അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ലീഫുകളും എല്ലാം തന്നെ ഫുള്ളായിട്ട് നനയ്ക്കുന്നത്. വാട്ടറിങ് മാത്രമല്ല, നമ്മൾ എന്ത് വളം കൊടുക്കുകയാണെങ്കിൽ പോലും ഇതുപോലെ തന്നെ ഈ ഒരു സമയം കൊടുക്കുന്ന വളങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുക്കുകയാണെങ്കിലും നമ്മൾ ഇതുപോലെ കൊടുക്കേണ്ടത് ഇതിൻ്റെ ഫ്ലവറും ഒഴികെയുള്ള ബഡ്സും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ അതുപോലെ തന്നെ അതിന് കൊടുക്കുന്ന വളങ്ങളും തന്നെ ജൈവവളമാണ് ഞാൻ കൊടുക്കാറുള്ളത്. അതെല്ലാം തന്നെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഓർക്കിഡ് പ്ലാന്റുകൾക്ക് അത്യാവശ്യം കുറച്ച് വെയിലും കൂടെ വേണം. അത് ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെയാണ്. ഡെൻഡ്രോബിയം വെറൈറ്റീസും ഒൻസീഡിയം വെറൈറ്റീസിനൊക്കെ തന്നെ 1 മണിക്കൂർ നേരം നല്ലൊരു വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നന്നായിട്ട് ഫ്ലവറുകൾ ഉണ്ടാവുക. അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ ഹാങ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു, എൻ്റെ അഭിപ്രായത്തിൽ ഹാങ് ചെയ്ത് കഴിയേണ്ടതാണ് ഓർക്കിഡ് പ്ലാന്റ്സുകൾ വളർത്താൻ ഏറ്റവും എളുപ്പം തോന്നുന്നുണ്ട്. ഒച്ചിൻ്റെ ശല്യമൊക്കെ ഇല്ലാതിരിക്കുന്നതിനും അത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് നനച്ചു കൊടുത്താൽ നമ്മുടെ ഡെൻഡ്രോബിയം വെറൈറ്റീസിലെ ഫ്ലവറുകൾ വളരെ ഫ്രഷായിട്ട് എപ്പോഴും നിൽക്കും.